ഇപ്പം നമ്മൾ പറഞ്ഞത് നാർ സിസ്റ്റം പറഞ്ഞത്. ഇനി നാർ സിസ്റ്റം ആൻഡ് ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നൈട്രേറ്റും നൈട്രൈറ്റിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് അത് 2 സിഗ്നൽസ് ഇത് കാണിക്കും. നാർ-എക്സ് നാർ-ക്യൂ, അതായത് മെംബ്രെയിൻ ബൗണ്ട് സെൻസർ കൈനേസ്. ഓക്കെ, മെംബ്രെയിൻ ബൗണ്ട് സെൻസർ കൈനേസ് ആണ് ഇതൊക്കെ, നാർ-എക്സും നാർ-ക്യൂവും. റെസ്പോൺസ് സൈറ്റോപ്ലാസ്മിക് റെസ്പോൺസ് റെഗുലേറ്റർ ആണ് നാർ-എൽ നാർ-പി. നമ്മൾ മുമ്പേ പറഞ്ഞ എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്, എല്ലാത്തിലും പേരിൽ ചില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ നാർ-എക്സ് നാർ-ക്യൂ എന്ന് പറയുന്നത് മെംബ്രെയിനിൽ, ബാക്ടീരിയയുടെ മെംബ്രെയിനിലുള്ളതും ഈ നാർ-എൽ നാർ-പി എന്ന് പറയുന്നത് റെസ്പോൺസ് റെഗുലേറ്ററുമാണ്. ഇനി നമ്മൾ ഫസ്റ്റ് വൺ നോക്കുവാണ്, നാർ-എക്സും നാർ-എല്ലും കൂടെ ഉള്ളൊരു സിസ്റ്റം. ഓക്കെ, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ളത് നാർ-എക്സും റെസ്പോൺസ് റെഗുലേറ്റർ ആയിട്ടുള്ള നാർ-എല്ലും. നാർ-എക്സ് നാർ-എൽ സിസ്റ്റത്തിനാണെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ളത് എന്ത് ചെയ്യുന്നു, നൈട്രേറ്റിനെ കൺവേർട്ട് ചെയ്യുന്നു, നൈട്രേറ്റ് റിഡക്റ്റേഴ്സ് നൈട്രേറ്റിനെ കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു, നൈട്രേറ്റ് ഫോം ചെയ്യുന്നു. ഈ നൈട്രേറ്റ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു, നൈട്രേറ്റ് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വേറൊരു സിസ്റ്റമാണ് നാർ-എക്സും നാർ-പിയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സെയിം നൈട്രേറ്റിൻ്റെ പ്രസൻസിൽ ഈ നാർ-എക്സ് എന്നാണ് മെംബ്രെയിനിലുള്ള പ്രോട്ടീനാണ്. ഈ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് നാർ-എല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ അതെന്താണ്, ഈ നൈട്രേറ്റിനെ നാർ-എൽ ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, സറൗണ്ടിങ്സിലുള്ള നൈട്രേറ്റിനെ യൂസ് ചെയ്ത് അതിനെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ നൈട്രൈറ്റിൻ്റെ പ്രസൻസിൽ ചിലപ്പോൾ നാർ-എക്സിന് ഡീഫോസ്ഫോറൈലേഷൻ നടന്ന് നാർ-എൽ-പി എന്ന് പറയുന്ന ജീൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഈ നാർ-എൽ-പി എന്ന് പറയുന്നത് എന്താണ്, നൈട്രൈറ്റ് കൂടുതലായിട്ട് കാണുന്ന കണ്ടീഷനിലാണ് ഈ നാർ-എൽ-പി കാണപ്പെടുന്നത്. പിന്നെ നാർ-ക്യൂ എന്ന് പറയുന്നത് ഒരു റെസ്പോൺസാണ്, അതായത് നൈട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ നൈട്രേറ്റിൻ്റെയോ പ്രസൻസിൽ ആക്ട് ചെയ്യും. ഇതാണ് നാർ സിസ്റ്റം എന്ന് പറയുന്നത്. നാർ സിസ്റ്റം ഒന്നുമില്ല, എന്താണ്, നൈട്രേറ്റ് നൈട്രൈറ്റ്. ഓക്കെ, എൻവയോൺമെൻ്റല്ല, നൈട്രേറ്റും നൈട്രൈറ്റും ആണെങ്കിൽ അനേറോബിക് കണ്ടീഷനിൽ ആ നൈട്രേറ്റിനെ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ബാക്ടീരിയ യൂസ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്നു. അതിനകത്ത് നാർ-എക്സ് നാർ-എൽ നാർ-ക്യൂ നാർ-പി എന്ന് പറയുന്ന എൻസൈംസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് നാർ-എക്സും നാർ-ക്യൂ എന്ന് പറയുന്നത് മെംബ്രെയിൻ ബൗണ്ടും, നാർ-എക്സ് നാർ-എൽ നാർ-പി എന്ന് പറയുന്നത് സെൻസർ പ്രോട്ടീൻ സൈറ്റോപ്ലാസ്മിക് റെസ്പോൺസ് റെഗുലേറ്ററും ആണ്.